നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തോൽവിക്ക് കാരണം എന്തൊക്കെയാണ് എന്ന പഠനം ഇതുവരെ CPM-ൽ അവസാനിച്ചിട്ടില്ല. ഒരുപാട് കാരണങ്ങൾ ഓരോ ദിവസവും കണ്ടെത്തുകയാണ്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ നേതൃത്വത്തിനെതിരെ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ തെറ്റിദ്ധരുത്തൽ നടപടികളിലേക്ക് കടക്കുകയാണ് CPIM. ഓഗസ്റ്റിൽ വിശാല സംസ്ഥാന സമിതി യോഗം ചേരും. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിൽ തെറ്റിദ്ധരുത്തൽ നടപടികൾ ചർച്ചയാകും. വീഴ്ച സംഭവിച്ചെന്ന് ബോധ്യമുണ്ടെന്നും തിരുത്തി മുന്നോട്ട് പോകാമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വീഴ്ച സംഭവിച്ചെന്ന് കൃത്യമായ ബോധ്യമുണ്ട്. കണ്ണൂരിലടക്കം വലിയ വീഴ്ച സംഭവിച്ചുവെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പിശക് പറ്റി, വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. പാർട്ടി നേതൃത്വത്തിനെതിരെ കർശനമായ വിമർശനങ്ങൾ ഉയർന്നു. ഈ ഒരു സാഹചര്യത്തിൽ വീഴ്ചകൾ പരിശോധിച്ച് വീഴ്ചകൾ തിരുത്തി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന സമിതിയിൽ ഈ തീരുമാനമുണ്ടാകും. കണ്ണൂരിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴവുണ്ടായെന്നും ഇക്കാര്യത്തിൽ ജില്ലാ കമ്മിറ്റിക്കുണ്ടായ പിഴവ് തിരുത്താൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്നും വിലയിരുത്തലുകൾ ഉണ്ടായി. വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്നും തിരുത്തൽ നടപടികൾ വേഗത്തിൽ തന്നെ സംഭവിക്കുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രത്യേക പ്ലീനം വിളിച്ചു ചേർക്കില്ല. പകരം ഓഗസ്റ്റിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വരെ ഉൾപ്പെടുന്ന വിപുലമായ സംസ്ഥാന സമിതി ചേർന്ന് തെറ്റിദ്ധരുത്തൽ നടപടികൾ എങ്ങനെ പ്രായോഗികമാക്കുമെന്ന് ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഒരു തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ഇത്തരത്തിലൊരു നടപടി, അതായത് സംഘടനാ തിരുത്തലിന് പ്ലീനത്തിനു പകരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി വിപുലീകരിച്ച സംസ്ഥാന സമിതി യോഗം, അത് ഇത്തരത്തിലൊരു നടപടി ആദ്യമായിട്ടാണ്. പ്ലീനത്തിന് ഏറെക്കുറെ തുല്യമായ രീതിയാണിത്. സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പല കാര്യങ്ങളിലും തിരുത്തൽ വേണമെന്ന ആവശ്യമുയർന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനോട് നേതാക്കൾ സ്വീകരിച്ച സമീപനം പാർട്ടിയെ നശിപ്പിച്ചു എന്ന ഒരു വിമർശനവും കൂടി നിലവിൽ ശക്തമാകുന്നുണ്ട്. വർഗീയ വിഷയങ്ങളിൽ കടുത്ത നിലപാട് സ്വീകരിക്കാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നും അഭിപ്രായമുയർന്നു. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി വിഷയത്തിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന തിരുത്തൽ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണമെന്ന് യോഗത്തിൽ നേതാക്കൾ വ്യക്തമാക്കി. കമ്മിറ്റിയിലുണ്ടായ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി റിപ്പോർട്ടിന് അംഗീകാരം നൽകാനാണ് തീരുമാനം. SDPIയോട് കാണിച്ച മൃദു സമീപനം പാർട്ടി നിലപാടിനെ ദുർബലമാക്കി. ന്യൂനപക്ഷ ഭൂരിപക്ഷം ഒരേപോലെ തുറന്നു കാണിക്കണം. മുസ്ലിം വർഗീയതയുടെ ഗുണഭോക്താവായി ലീഗ് മാറുന്നുണ്ടെന്നും വിമർശനം. മതേതര നിലപാടിൽ ഉറച്ചു നിന്നാലേ ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വിധം തുറന്നു കാണിക്കാനാകൂ. UDF സർക്കാരിന്റെ ലീഗ് അധീശത്വ നടപടികൾ തുറന്നു കാട്ടാനാകണമെന്നും നേതാക്കൾ വ്യക്തമാക്കി. നേരത്തെ തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ ജില്ലകളിലടക്കം രൂക്ഷ വിചാരണ നടന്നെങ്കിലും CPM സെക്രട്ടേറിയറ്റ് ക്രോഡീകരിച്ച സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ഇത്തരം വിമർശനങ്ങളെല്ലാം വെട്ടിനിരത്തിയിട്ടാണ് എന്ന വിമർശനം കൂടി നിലവിൽ ഉയരുന്നുണ്ട്. സർക്കാരിനും പാർട്ടിക്ക് നേതൃത്വം നൽകിയവർക്കെതിരായ കടുത്ത പരാമർശങ്ങൾ ഒഴിവാക്കിയുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. തോൽവിക്ക് പിന്നിൽ വിവിധ കാരണങ്ങളും ഘടകങ്ങളുമാണ് എന്നാണ് പൊതുവിലയിരുത്തൽ എന്ന രീതിയിലൊരു റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് തുടക്ക സമയത്തൊക്കെ പല യോഗങ്ങളിൽ ഉണ്ടായ നേതൃത്വത്തിനെതിരെ വിരൽ ചൂണ്ടുന്ന തരത്തിൽ, പ്രത്യേകിച്ച് MV ഗോവിന്ദനെതിരെയും പിണറായി വിജയനെതിരെയും ഒക്കെ ശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് പല പാർട്ടി യോഗങ്ങളിലും പൊട്ടിത്തെറികളുണ്ടായി. ഇവർക്കെതിരെ സമീപനം ശരിയല്ല, രീതി ശരിയല്ല, സംസാരം ശരിയല്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു എന്നത് തിരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന പാർട്ടി ഘടകങ്ങളിലെല്ലാം പൊതുവികാരമായിരുന്നുവെങ്കിൽ ഭരണ തുടർച്ച പാർട്ടിയെ ആലസ്യത്തിലാക്കിയെന്ന മൃദുവായിട്ടുള്ള പരാമർശം മാത്രമേ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇതാകട്ടെ സംസ്ഥാന കമ്മിറ്റിയിലും വിമർശനത്തിലേക്ക് നയിച്ചു. സെക്രട്ടേറിയറ്റ് അവതരിപ്പിച്ച റിപ്പോർട്ടിൽ തിരുത്തൽ വേണമെന്ന ആവശ്യം സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായതും ഈ സാഹചര്യത്തിലായിരുന്നു. പരമ്പരാഗതമായി സംസ്ഥാന നേതൃത്വം തയ്യാറാക്കുന്ന റിപ്പോർട്ട് കീഴ്ഘടകങ്ങളിലേക്ക് നൽകുന്ന ശൈലിയിൽ നിന്ന് പൂർണ്ണമായി മാറി പാർട്ടി അണികൾക്ക് സ്വതന്ത്രമായും നിർഭയമായും അഭിപ്രായം രേഖപ്പെടുത്താമെന്ന ആനുകൂല്യം നൽകിയാണ് ഇക്കുറി അവലോകനങ്ങൾക്ക് പാർട്ടി തുടക്കമിട്ടത്. തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് സ്ഥാപിക്കാൻ തുടക്കത്തിൽ ശ്രമങ്ങൾ ഉണ്ടായി. പക്ഷേ ജില്ലാ കമ്മിറ്റികളിലും താഴെത്തട്ടിലും രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു വന്നു. ആ വാദത്തെ പൂർണ്ണമായി തള്ളുകയും ചെയ്തു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെയും പ്രവർത്തന ശൈലികളെ നയങ്ങളും വിമർശിക്കപ്പെട്ടു പലപ്പോഴായി. പക്ഷേ ആ വിമർശനങ്ങളൊക്കെ ഒരു റിപ്പോർട്ടായിട്ട് വരുമ്പോൾ അതിലില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോഴും ആ വിമർശനങ്ങളൊന്നും അടങ്ങിയിട്ടില്ല, വിമർശന സ്വരങ്ങളൊന്നും അടങ്ങിയിട്ടില്ല. ജില്ലകളിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുമ്പോൾ തന്നെ
പോളിറ്റ് ബ്യൂറോയിൽ വോട്ടെടുപ്പിലൂടെ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി നിയോഗിക്കാൻ കേരള ഘടകം മുൻകൈയെടുത്ത സാഹചര്യത്തിൽ മുൻകൈയെടുക്കുകയായിരുന്നു. ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. പരാജയത്തിന് വെള്ളാപ്പള്ളി മുതൽ സംഘടനാ വീഴ്ചകൾ വരെ കാരണമായി നിരത്തിയാണ് ഈ ഒരു സാഹചര്യത്തിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, തെറ്റുതിരുത്തൽ താഴെ തട്ടിലേ ഉണ്ടാവുകയുള്ളൂ. മുകൾ തട്ടിലേക്ക് ഒരു തെറ്റുതിരുത്തലോ മാറ്റങ്ങളോ, പ്രത്യേകിച്ച് എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ഒരു മുറവിളിയൊക്കെ ഒരു വശത്ത് ശക്തമാണ്. പക്ഷെ അത്തരത്തിലൊരു മാറ്റമൊന്നും ഉണ്ടാകില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി. തെറ്റ് തിരുത്താനാണ് ഇനി ശ്രമിക്കുന്നത്. അതും താഴെ തട്ടിലുണ്ടായ തെറ്റുകൾ തിരുത്താനുള്ള നീക്കമാണ് നടത്തുന്നത്. എന്തായാലും നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മാറ്റം ഉണ്ടാകില്ല എന്നത് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്ന് ഒരു വിഭാഗമെങ്കിലും പി ജയരാജനെ പാർട്ടി സെക്രട്ടറി ആക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആ ആവശ്യമൊന്നും വില പോകില്ല എന്നതും ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ലോക്സഭയിലും തദ്ദേശ തിരഞ്ഞെടുപ്പിലും പരാജയമുണ്ടായ ഘട്ടത്തിൽ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയില്ലെന്നും പാർട്ടിയും ജനവും തമ്മിലുള്ള ബന്ധം കുറഞ്ഞെന്നുമുള്ള വിലയിരുത്തലായിരുന്നു CPM. പരിഹാരത്തിന് ഗൃഹസന്ദർശനങ്ങൾ തുടങ്ങിയെങ്കിലും അതൊന്നും ഗുണം ചെയ്തില്ലെന്നാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇക്കുറി സമീപകാലത്തുനിന്ന് ഉയരാത്ത വിധം വിമർശനങ്ങൾ ഉയർന്നെങ്കിലും തെറ്റുതിരുത്തൽ നീക്കങ്ങൾക്ക് മൂർച്ച കുറയുന്നതാണ് തുടക്കത്തിൽ തന്നെ കാണുന്നത്. എന്തായാലും തെറ്റുതിരുത്തൽ നടപടികളൊക്കെ ഒരു വശത്ത് നടക്കുകയാണ്. മാത്രമല്ല പാർട്ടി നേതൃത്വത്തിനെതിരെ ജനങ്ങൾ മാത്രമല്ല, പാർട്ടിയിലെ ഒരു പ്രമുഖ സ്ഥാനം വഹിച്ചിരുന്ന ഒരു വ്യക്തിയുടെ ഭാര്യ പോലും ഒടുവിൽ ചില പാർട്ടി നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിക്കേണ്ടി വന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തിന് ശേഷം കുടുംബത്തെ പാർട്ടി ഉന്നത നേതൃത്വം തിരിഞ്ഞു നോക്കിയില്ലെന്ന കോടിയേരിയുടെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണന്റെ ആരോപണം അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നതാണ്. പാർട്ടി തിരിഞ്ഞു നോക്കിയില്ല, വിളിച്ചു നോക്കിയില്ല. ഇനി അഥവാ ഒരു പ്രമുഖ നേതാവിനെ വിളിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഫോൺ എടുക്കാറില്ല, തൻ്റെ കോൾ കണ്ടാൽ തിരിച്ച് വിളിക്കാറില്ല എന്നതടക്കമുള്ള ഒരു ആരോപണം വിനോദിനിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇതിന് മറുപടിയുമായി CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്ത് വന്നിട്ടുണ്ട്. പാർട്ടി ആരെയും അവഗണിക്കാറില്ലെന്നും താൻ കോടിയേരിയുടെ വീട്ടിൽ പോകാറുണ്ടെന്നും എം വി ഗോവിന്ദന്റെ പ്രതികരണം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കോടിയേരിയുടെ വീട് സന്ദർശിച്ചിരുന്നു. ഇടയ്ക്കെല്ലാം വീട്ടിൽ പോകാറുണ്ട്. അങ്ങനെ ആരെങ്കിലും അവഗണിക്കുന്ന നിലപാട് CPM സ്വീകരിക്കാറില്ല, താനും സ്വീകരിക്കാറില്ല. ഞങ്ങൾ ആരും അങ്ങനെ തിരിഞ്ഞു നോക്കാതിരിക്കാറില്ല. എല്ലാവരുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. ആരോപണം ആരെ ഉദ്ദേശിച്ചാണെന്ന് അറിയില്ല, എന്നാലും വിനോദിനി പറഞ്ഞതിനെക്കുറിച്ച് അവരോട് ചോദിക്കുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി. ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു വിനോദിനിയുടെ തുറന്നു പറച്ചിൽ. ഉന്നത പദവിയിലിരിക്കുന്ന PB അംഗത്തെ വിളിച്ചാൽ ഫോൺ എടുക്കുക പോലും ഇല്ലെന്നായിരുന്നു വിനോദിനിയുടെ ആരോപണം. താൻ ഉദ്ദേശിച്ചത് പിണറായി വിജയനെ അല്ല എന്ന് വിനോദിനി വ്യക്തമാക്കുന്നുണ്ട്. മരണവും സംസ്കാരവും കഴിഞ്ഞ്, അതായത് കോടിയേരിയുടെ മരണവും സംസ്കാരവും കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നേതൃത്വത്തിൽ നിന്ന് പിന്നെ ആരും ബന്ധപ്പെട്ടിട്ടില്ല. നീ ഓക്കെ ആണോ, ഞങ്ങൾക്ക് ഒപ്പമുണ്ട് എന്ന് പോലും ആരും പറഞ്ഞിട്ടില്ല. സാധാരണ പ്രവർത്തകരെ കുറിച്ചല്ല പറയുന്നത്, വലിയ ചില നേതാക്കളെ കുറിച്ചാണ്. സ്വന്തം പോക്കറ്റിലുള്ള ഫോൺ എടുത്തൊന്ന് സംസാരിക്കാൻ പോലും ആർക്കും തോന്നാത്ത കാലമായി ഇത് മാറിയോ? പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായി ശുപാർശയ്ക്കൊന്നുമല്ല, പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ പലതവണ താൻ വിളിച്ചിട്ടും ഫോൺ എടുത്തിട്ടില്ല, തിരിച്ചു വിളിച്ചതുമില്ല. വ്യക്തിപരമായ കാര്യം സാധിക്കാനായിരിക്കും വിളിക്കുന്നതെന്നോ മറ്റോ അദ്ദേഹം കരുതുന്നുണ്ടോ എന്നറിയില്ല. ഇതെൻ്റെ മാത്രം അനുഭവമായിരിക്കുമോ, അതോ എല്ലാ രംഗത്തും ഒരു സന്ദർഭത്തിൽ സ്ത്രീകൾ ആരുമല്ലാതാകുന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നതാണോ എന്നതടക്കമുള്ള ചോദ്യം വിനോദിനി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും എം വി ഗോവിന്ദൻ അതിന് നൽകിയിരിക്കുന്ന മറുപടി പാർട്ടി ആരെ അവഗണിക്കുന്നില്ല എന്നാണ്. പരാതികളുണ്ടെങ്കിൽ പരിഹരിച്ചു പോകുമെന്ന് തന്നെ പറയുന്നുണ്ട്. എന്തായാലും തെറ്റുതിരുത്തലുമായി മുന്നോട്ട് പോകാനാണ് CPMന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.